സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലം മുതൽ ഇന്ന് വരെയുള്ള കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു. ഇപ്പോഴത്തെ തലമുറ വേറെ ആരും അങ്ങനെ ഇല്ലല്ലോ. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട് ശക്തിപ്പെട്ടു വരുന്ന സമയത്ത് പി കൃഷ്ണപിള്ളയെ പോലൊരു വളരെ ലെജൻഡറി ആയിട്ടുള്ള നേതാവ് അദ്ദേഹത്തിനോട് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ഏൽപ്പിക്കുകയാണ്. അവിടെ പോയി കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു. കുട്ടനാട്ടിലെ വലിയ സമരങ്ങൾ. അദ്ദേഹത്തിനെ കള്ളക്കേസിൽ കൊടുക്കുകയും മർദ്ദിക്കുകയും പോലീസ് കേസ് വരികയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് കള്ളക്കേസ് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. VS-നെ കൊലക്കേസ് വരെ പ്രതിയാക്കിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കർഷക സമരങ്ങളുടെ ഭാഗമായി, തൊഴിലാളി സമരങ്ങളുടെ ഭാഗമായി. അദ്ദേഹം അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അന്ന് ഉണ്ടായ ആശയതർക്കത്തിൻ്റെ ഭാഗമായി ഇറങ്ങിപ്പോകുന്ന 32 നേതാക്കന്മാരിൽ ഒരാളാണ്. അവശേഷിച്ച ഒറ്റ ആളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ CPIM രൂപീകരിക്കുന്ന ഘട്ടത്തിൽ. അതിനുശേഷം അദ്ദേഹം കേരളത്തിലെ മൂവ്മെൻറ്റിനെ വലിയ തോതിൽ കൊണ്ടുവരാൻ പാർട്ടിയിൽ അദ്ദേഹം എല്ലാ സ്ഥാനങ്ങളും ഉത്തരവാദിത്തങ്ങളും വഹിച്ചിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, അതിനുശേഷം LDF കൺവീനറായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. എല്ലാ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. പുതിയ തലമുറയായിട്ട് അങ്ങേയറ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നേതാവായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥികളായ ഒരാൾക്ക് പോലും ഒരു പ്രശ്നം ചെന്ന് പറഞ്ഞാൽ, വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ചെന്ന് പറഞ്ഞാൽ അതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാര്യങ്ങൾ കേൾക്കുന്ന നേതാവായിരുന്നു. എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റീവ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ ശക്തമായ തീരുമാനം എടുക്കാൻ എപ്പോഴും നിലപാടെടുക്കുന്ന ആളായിരുന്നു. എന്നാൽ കാര്യങ്ങളോടെ പൊതുവിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യേകത ഉണ്ട്. കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഒരു തീരുമാനത്തിലെത്തിയാൽ അതിലേക്ക് നിൽക്കും. ഇങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച കാലം ധാരാളം അനുഭവങ്ങൾ നൽകിയൊരു കാലമാണ്. അപ്പം അങ്ങനെ ധാരാളം ഓർമ്മകളുള്ള ആളാണ്. ഒരു കാലത്തായിരിക്കും VS ഒരു നിതാന്ത പ്രതിപക്ഷം എന്നൊക്കെയുള്ള രീതിയിൽ VS അതിനു മുമ്പ് തന്നെ ഈ പറയുന്ന ഒരു ചരിത്ര പാഠപുസ്തകം തന്നെയാണ്. പക്ഷേ VS-ൻ്റെ ഒരു ജനകീയത അതിൻ്റെ പാരമ്യത്തിലെത്തിയ സമയത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളാണെന്ന്. ആ സമയത്ത് VS വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു രീതിശാസ്ത്രമൊക്കെ എങ്ങനെയായിരുന്നു? VS-ന് ഈ സാധാരണക്കാരുടെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. വേറെ ആരെങ്കിലും കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. അദ്ദേഹം ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് ആ ജഡ്ജ്മെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പിന്നാലെ നിരന്തരമായ വർക്കിന് പോകുമായിരുന്നു. അപ്പോൾ പൊതുവിൽ സാധാരണക്കാരുടെ ഒരു പ്രശ്നം എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. അപ്പോൾ അതാണ് പൊതുവെ പറയാനുള്ളത്. ശരി.